ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് 2025 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് കേട്ടോ. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, അപ്പൊ ഇനി +2 ലെവലിൽ എക്സാം എഴുതാനായിട്ട് പോകുന്ന ആൾക്കാർക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇന്ന് ഇതിലൊരു 80 ചോദ്യങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ഇതിലൊരു 80 ചോദ്യങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയുള്ളത് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്, അപ്പൊ അത് നമുക്ക് ആവശ്യമില്ല. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളത് നോക്കിയാലോ. ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ജഗദീപ് ധൻകർ. ഓക്കെ, ഇന്ത്യയില് മൃദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരികൾ. മൃദാന സമ്പ്രദായം അങ്ങനെ കണ്ടു പരിചയമില്ലാത്തൊരു ചോദ്യമാണ്. സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരികൾ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ശതവാഹനന്മാരാണ്. എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്നും കണ്ടെത്തി ശരിയുത്തരം എഴുതുക. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. എന്താണ്? എ എന്ന് പറയുന്നത് വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തിയത് 1498 അതുപോലെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം എന്ന് പറയുന്നത് എപ്പോഴാണ്? 1602 ഓക്കെ. മൂന്നാമത് എന്താണ്? പോർച്ചുഗീസുകാര് ഗോവ പിടിച്ചെടുത്തത് 1510 അതുപോലെ തന്നെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം എന്ന് പറയുന്നത് എപ്പോഴാണ്? 1664 ഇങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ. അടുത്ത എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം എഴുതുക. ഓക്കെ, ഇതിന്റെ കാലഗണനാക്രമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലെ. എന്താണ്? ആറ്റിങ്ങൽ കലാപമാണ് ഒന്നെന്ന് പറഞ്ഞല്ലേ, കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ്. അത് കഴിഞ്ഞാൽ എന്താണ്? പഴശ്ശി കലാപമാണ് രണ്ടാമത്. അത് കഴിഞ്ഞാൽ എന്താണ്? വേലുത്തമ്പി കലാപമാണ് മൂന്നാമത്. അത് കഴിഞ്ഞാൽ കുറിച്യ കലാപമാണ് നാലാമത്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഓർഡർ വരുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഗാന്ധിജി നയിച്ച ആദ്യത്തെ ബഹുജന പ്രസ്ഥാനമായിരുന്നു. കേന്ദ്രത്തിലും പ്രവിശ്യകളിലും ഉത്തരവാദിത്ത ഭരണം ഏർപ്പെടുത്തുക, അതായത് നടപ്പിലാക്കണം. പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, ഖിലാഫത്ത് പ്രശ്നത്തിന് പരിഹാരം കാണുക. ബന്ധമില്ലാത്ത പ്രസ്താവന. ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കണേ, ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. കേന്ദ്രത്തിലും പ്രവിശ്യകളിലും ഉത്തരവാദിത്ത ഭരണം ഏർപ്പെടുത്തുക. അടുത്ത എന്താണ്? പ്രിൻസെപ്പ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരി. പ്രിൻസെപ്പ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അഗസ്റ്റസ് സീസർ ആണ് അല്ലെ. അഗസ്റ്റസ് സീസർ. ഓക്കെ, അടുത്ത എന്താണ്? താഴെ പറയുന്ന നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പമ്പ. ഓക്കെ, നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്? നീർമഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രുദ്രസാഗർ തടാകം. സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്? ഏതാണ് രാജ്യം എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, ഫ്രാൻസ് ആണ് രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയ ഏതാണ്? ഏതാണ് പ്രക്രിയ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്, ശിലാവൽക്കരണം. ഓക്കെ, ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ്, മധ്യപ്രദേശ്. ഓക്കെ, സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ, ദേശീയപാത 1 ഓക്കെ, ചുവടെ നൽകിയിട്ടുള്ളവയിൽ 2025 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 16 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 15% നികുതി. 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% നികുതി. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എന്താണ്? 1ഉം 3ഉം ആണ് കേട്ടോ. എന്താണ്? 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% നികുതി. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1967 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിതമായി. റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിതമായത് 1975 ഇവിടെ ആൻസർ എന്താണ്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. എന്താണ്? 2ഉം 3ഉം ആണ് ശരി കേട്ടോ. 2ഉം 3ഉം ആണ് ശരി. എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 റീജിയണൽ റൂറൽ ബാങ്കുകൾ 1975 സ്ഥാപിതമായത്. ഓക്കെ, അടുത്ത എന്താണ്? ചുവടെ നൽകിയിട്ടുള്ളവയിൽ GST ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതെല്ലാമാണ്? ഏതാണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എന്താണ്? അതായത് വിനോദ നികുതിയും പ്രവേശന നികുതിയും പരസ്യ നികുതി 3 ശരിയാണ്. ഓക്കെ, 3 ശരിയാണ്. 1, 2, 3. ഓക്കെ,
ചുവടെ നൽകിയിരിക്കുന്നവയില് സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള അമർത്യ സെന്നുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതല്ല? 1995 നൊബേൽ സമ്മാനം ലഭിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടി ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകി. ഓക്കെ, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? അമർത്യ സെന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് അല്ലെ, 2ഉം 3ഉം ആണ്. എന്താണ്? ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിൽ അപാകത ചൂണ്ടിക്കാട്ടി ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകി. ഓക്കെ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ആണവധാതുക്കളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതല്ല? ഏതൊക്കെയാണ് ഇവിടെ ശരിയായിട്ടുള്ളത് എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. എന്താണ്? 1ഉം 2ഉം 3ഉം തന്നെ ഇവിടെ ശരിയാണ്. എന്താണ്? യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപമുണ്ട്. മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നും തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന. ആൻസർ എന്താണ്? 1, 2, 3. ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ കാർഷിക വിളയായ നെല്ലുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? നെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്. നെല്ലൊരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ. എന്താണ്? 1ഉം 2ഉം 3ഉം ശരിയാണ് അല്ലെ. 3ഉം ശരിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേശവാനന്ദ ഭാരതി കേസുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് കണ്ടെത്തുക. ഓക്കെ, ഇവിടെ ശരിയായിട്ടുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനുണ്ടെന്ന് കോടതി പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാർ 1976 42ാം ഭരണഘടനാ ഭേദഗതി കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിയുടെ ആവേശത്തിൽ നടത്തിയതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്താണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നില്ല. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എന്താണ്? ബിയും സിയും ഡിയും ആണ് കേട്ടോ. ഇവിടെ ശരി എന്ന് പറയുന്നത് ബിയും സിയും ഡിയും ശരി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയില് ആരാണ് നിയോജക മണ്ഡലങ്ങളിലെ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? നിയോജക മണ്ഡലങ്ങളിലെ സംവരണ മണ്ഡലങ്ങൾ ആരാണ് തീരുമാനിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഓപ്ഷൻ സി ആണ്. അതിർത്തി നിർണയ കമ്മീഷൻ ആണ്. ഓക്കെ, അടുത്ത എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ചുവടെ ചേർത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. ഓക്കെ, മൗലികാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള യാതൊരു ഭരണഘടനാ ഭേദഗതിയും നടത്തുവാനുള്ള അധികാരം പാർലമെന്റിനില്ലെന്ന് സുപ്രീം കോടതി വാദിച്ചു. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഈ ഭേദഗതിയിലൂടെയാണ്. ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയത് ഈ ഭേദഗതിയിലൂടെയാണ്. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഭേദഗതി കൊണ്ടുവന്നത്. ഓക്കെ, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് അല്ലെ. എന്താണ്? ബിയും ഡിയും ആണ് ശരി കേട്ടോ. ബിയും ഡിയും ആണ് ഇവിടെ ശരി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ വീണ്ടും വീണ്ടും വായിക്കുന്നില്ല കേട്ടോ. ബിയും ഡിയും ആണ് ഇവിടെ ശരി എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാമപഞ്ചായത്തുകളില് സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതെന്ന് കണ്ടെത്തുക. ഓക്കെ, ഇവിടെ ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, എന്താണ്? ഓപ്ഷൻ ഡി ആണ്. 243 ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്ന വിഷയങ്ങളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. എന്താണ്? ബിയും ഇയും ജിയും ആണ്. ബി മായം ചേർക്കൽ, അതുപോലെ തന്നെ തൊഴിലാളി സംഘടനകൾ, അതുപോലെ തന്നെ വിവാഹവും വിവാഹമോചനം, ഈ 3 ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യൻ ഭരണഘടന മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ട വ്യവസ്ഥകൾ താഴെ കൊടുത്തിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഓക്കെ, ഇവിടെ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. 24 ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എന്താണ്? 4, 3, 1, 2, 4. ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം അമേരിക്ക. അവശിഷ്ട അധികാരങ്ങൾ എന്ന ആശയം കാനഡ. തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ ഏതാണ്? അയർലൻഡ് ആണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അടുത്ത എന്താണ്? പ്രധാന കമ്മീഷനുകൾ അതിന്റെ പ്രാധാന്യം ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, എന്താണ്? 2, 4, 1, 3. മണ്ഡൽ കമ്മീഷൻ, 2ാം പിന്നോക്ക കമ്മീഷൻ. ഓക്കെ, അടുത്ത എന്താണ്? സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധം പരിശോധിക്കുക.
ഷാ കമ്മീഷൻ അടിയന്തരാവസ്ഥയെ കുറിച്ച് അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കുക. കോത്താരി കമ്മീഷൻ എന്താണ്? ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ. ഓക്കെ, കോത്താരി കമ്മീഷൻ എന്താണ്? ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ. ഇതൊക്കെ കോത്താരി കമ്മീഷൻ ഒരെണ്ണം അറിയാമെങ്കിൽ തന്നെ നമുക്ക് ഈ ആൻസറിൽ എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എത്ര ആൻസർ നമുക്ക് അറിയുന്നുണ്ട് എന്നുള്ളത് നോക്കുക, എന്നിട്ട് ഡിലീഷൻ മെത്തേഡ് പഠിക്കണം കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ റെഗുലർ ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഡിലീഷൻ മെത്തേഡ് പഠിക്കാതെ ഒന്നും നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തതിന് ശേഷം 2 വെച്ചിട്ട് ബാക്കി നോക്കാനായിട്ട് ഇന്നും ശ്രമിക്കാം കേട്ടോ. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യൻ ഭരണഘടന കേന്ദ്രാധിഷ്ഠിതമാണ്. ദേശീയ താല്പര്യങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി, ദേശീയ വികസന സമിതി, മേഖലാ സമിതികൾ, ആസൂത്രണ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ എന്നിവ ഇതിന് തെളിവുകളാണ്. ആരുടെ അഭിപ്രായമാണിത്? ആരുടെ അഭിപ്രായമാണിതെന്ന് പറയുന്നത്? ഇത് ഗ്രാൻവിൽ ആൻസ്റ്റിൻ. ഓക്കെ, ഗ്രാൻവിൽ ആൻസ്റ്റിന്റെ അഭിപ്രായമാണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ കണ്ടെത്തുക. 1988 ബാച്ചിലെ കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. 2024 ജനുവരി 31 ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറിയായി വിരമിച്ചു. 2025 ഫെബ്രുവരി 19 പുതിയ സേവനകാലം ആരംഭിച്ചു. 2029 ജനുവരി 26 ഈ സേവനകാലം അവസാനിക്കും. ആരെ കുറിച്ചിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ജ്ഞാനേഷ് കുമാർ. ഓക്കെ, ജ്ഞാനേഷ് കുമാർ. കമാറാണോ കുമാറാണോ? ഓക്കെ, ജ്ഞാനേഷ് കുമാർ എന്നാണ് കേട്ടോ തോന്നുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്നവയിൽ സംസ്ഥാന ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. പൊതുജനങ്ങൾക്ക് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് സേനയ്ക്ക് കീഴിൽ രൂപപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് കേരള സിവിൽ ഡിഫൻസ്. സംസ്ഥാന ദുരന്ത നിവാരണ പരിശീലന സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 1ഉം 3ഉം ആണ്. എന്താണ്? 1ഉം 3ഉം ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെ? ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നിട്ടുള്ളത് എവിടെയാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ബോൾഗാട്ടിയിലാണ് നടന്നിട്ടുള്ളത്. ബോൾഗാട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വനിതാ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? 1996 AK ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. അധ്യക്ഷ അംഗങ്ങൾ എന്നിവർ സ്ത്രീകളായിരിക്കണം. M കമലമായിരുന്നു ആദ്യ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ. കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന വാർത്താ പത്രികയാണ് സ്ത്രീ ശക്തി. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണല്ലേ. എന്താണ്? ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റില്ലേ? എല്ലാവർക്കും അറിയാം. PSC പഠിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. ആദ്യത്തെ എന്ന് പറയുന്നത് കമലം ഒന്നും അല്ല എന്നുള്ളത് അല്ലേ, സുഗതകുമാരിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ ഈ ബാക്കിയുള്ളതിലെല്ലാം 3 ഉള്ളത് കൊണ്ട് തന്നെ ഇതല്ല. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി. ഓപ്ഷൻ എപ്പോഴും ശ്രദ്ധിക്കണം. തെറ്റാണോ ശരിയാണോ ചോദിക്കുന്നത് എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കണം. തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. ഏതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ജോഡി? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എന്താണ്? സ്നേഹ സാന്ത്വനം. മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചുപോയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ധനസഹായം. ഇത് തെറ്റാണ്. മിഠായി. പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതി. വയോമിത്രം. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള പരിരക്ഷ. ഓക്കെ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേര് എന്താണ്? ഓപ്ഷൻ ബി ആണ്, സീറം. ഓക്കെ, സീറം ആണ് പേര്. മനുഷ്യരിൽ മാംസത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി ഓപ്ഷൻ ഡി ആണ്, ട്രിപ്സിൻ ആണ്, ട്രിപ്സിൻ. ഓക്കെ, റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന എന്താണ്? ഓപ്ഷൻ എ ആണ്, ജീവകം B2 ആണ്. ഓക്കെ, ജീവകം B2. അടുത്ത എന്താണ്? താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ഏത് രോഗമാണ് പ്രോട്ടോസോവ ഇനത്തിൽപ്പെടുന്ന രോഗകാരികൾ മൂലം ഉണ്ടാകുന്നത്? പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്നത് എന്താണ്? മലമ്പനിയാണ്. ഓക്കെ, 2025 റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉദ്വ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്, ജാർഖണ്ഡ്. ഓക്കെ, ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇബ്കയുടെ ആസ്ഥാനം എവിടെയാണ്? ഇബ്ക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ, ഡൽഹിയിലാണ് ഇബ്ക സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഒരു വസ്തുവിന്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പാലായന പ്രവേഗം വസ്തുവിന്റെ ദ്രവ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ദ്രവ്യവുമായിട്ട് ബന്ധമില്ല. ഓക്കെ, ദ്രവ്യവുമായിട്ട് ബന്ധമില്ല. ഓക്കെ, 60 ഡിഗ്രി കോണിൽ പ്രൊജക്ട് ചെയ്യപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം E ആണ്. ഏറ്റവും ഉയർന്ന പോയിന്റിൽ അതിന്റെ ഗതികോർജം എന്തായിരിക്കും? എന്തായിരിക്കും അതിന്റെ ഗതികോർജം എന്ന് പറയുന്നത്?
ആൻസർ ഓപ്ഷൻ ബി ആണല്ലേ. E4 ആണ് കേട്ടോ. E4 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഒരു ഹൈഡ്രോക്ലോറിക് ലിഫ്റ്റിൽ വലുതും ചെറുതുമായ പിസ്റ്റണുകളുടെ ആരം 10:1 എന്ന അനുപാതത്തിലാണ്. ചെറിയ പിസ്റ്റണിൽ എത്ര ഭാരം വെച്ചാലാണ് 1000 കിലോഗ്രാം ഭാരമുള്ള ഒരു കാർ ഉയർത്താനായിട്ട് പര്യാപ്തമാവുന്നത്? ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 10 കിലോ. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷ ദൗത്യത്തിന്റെ പേര് എന്താണ്? ഗഗൻയാൻ. ഓക്കെ. താഴെ തന്നിരിക്കുന്നവയില് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഡാൽട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിന് രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചു. കാർബൺ 12 അടിസ്ഥാനമാക്കിയാണ് നിലവിൽ അറ്റോമിക മാസം നിർണ്ണയിക്കുന്നത്. കാർബണിന്റെ വിവിധ ഐസോട്ടോപ്പുകളിൽ ആപേക്ഷിക ലഭ്യത കൂടുതലുള്ളത് കാർബൺ 12 ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1, 2, 3 മൂന്നും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 3 ശരിയാണ്. ഓക്കെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എന്താണ്? സി ആണ് കേട്ടോ. ഒന്ന് ചേരുംപടി ചേർത്താലോ? എ ജർമ്മൻ സിൽവർ എന്താണ്? കോപ്പർ, സിങ്ക്, നിക്കൽ എന്നീ മൂലകങ്ങളുടെ സങ്കരം. മിഷ്മെറ്റൽ എന്താണ്? മിഷ്മെറ്റൽ എന്ന് പറയുന്നത് ലാന്തനൈഡുകളുടെ സങ്കരം. ഓക്കെ. ചാൽക്കോജനുകൾ എന്താണ്? ഗ്രൂപ്പ് 16 മൂലകങ്ങളാണ്. ഹാലോജനുകൾ എന്ന് പറയുന്നത് എന്താണ്? ഗ്രൂപ്പ് 17 മൂലകങ്ങളാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഒരു ലായനിയുടെ ഹൈഡ്രജൻ അയോൺ ഗാഢത 100 മടങ്ങ് വർദ്ധിക്കുമ്പോൾ pH മൂല്യം 1 യൂണിറ്റ് വർദ്ധിക്കുന്നു. pH പേപ്പർ ഉപയോഗിച്ച് 1:14 പരിധിയിൽ 0.05 കൃത്യതയോടെ pH മൂല്യം കണ്ടുപിടിക്കാൻ സാധിക്കും. മനുഷ്യരക്തം ദുർബല ആസിഡ് സ്വഭാവം കാണിക്കുന്നു. ഓക്കെ. ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 2 മാത്രമാണ് ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് പറഞ്ഞ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? മൂലകങ്ങളുടെ ആധുനിക ആവർത്തന പട്ടികയിൽ ഇപ്പോൾ 118 മൂലകങ്ങൾ ഉണ്ട്. അറ്റോമിക നമ്പർ 118 ആയ മൂലകത്തിന്റെ പ്രതീകം ഇത് O എന്നാണ് തോന്നുന്നു കേട്ടോ. എന്നാണ്. അറ്റോമിക് നമ്പർ 118 ആയ മൂലകത്തിന്റെ പേര് ഓർഗാനസൺ എന്നാണ്. അവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരിയാണ്. 3ഉം ശരിയാണ്. ഓക്കെ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1900 ഒക്ടോബർ 1 പറവൂർ താലൂക്കിൽ ജനിച്ചു. 1922-28 കാലഘട്ടത്തിൽ ആലുവ അദ്വൈത ആശ്രമം അധ്യാപകനായിരുന്നു. 1959 ബാലസാഹിത്യ ശില്പശാലയുടെ ഡയറക്ടറായി പ്രവർത്തിച്ചു. ദക്ഷിണ ഭാഷാ ബുക്ക് ട്രസ്റ്റ് മലയാള വിഭാഗത്തിന്റെ ഉപദേഷ്ടാവായിട്ട് പ്രവർത്തിച്ചു. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. എയും സിയും ആണ് ഇവിടെ ശരി എന്ന് പറയുന്നത്. ഓക്കെ. MT വാസുദേവൻ നായരെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. മാണിക്കക്കല്ല് ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി എന്നിവ MTയുടെ ബാലസാഹിത്യ കൃതികളാണ്. MT ഗാനരചന നിർവഹിച്ച ചിത്രമാണ് വളർത്തുമൃഗങ്ങൾ. 1992 ദേശീയ പുരസ്കാരം നേടിയ കടവ് എന്ന സിനിമ സംവിധാനം ചെയ്തു. മനുഷ്യനിഴലുകൾ ആൾക്കൂട്ടത്തിൽ തന്നെ എന്നിവ MTയുടെ യാത്രാ വിവരണങ്ങൾ ആണ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. എന്താണ്? എയും ബിയും ഡിയും ആണ് കേട്ടോ. എയും ബിയും ഡിയും ആണ് ഇവിടെ ആൻസർ. എയും ബിയും ഡിയും ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2024 നടന്ന 2020 ലോകകപ്പ് ക്രിക്കറ്റിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓക്കെ. ഏറ്റവും കൂടിയ റൺസ് നേടിയ റഹ്മാനുള്ള ഗുർബാസ പാകിസ്ഥാൻ താരമാണ്. റൺവേട്ടയിൽ 3-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ്. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. എന്താണ്? എയും ബിയും സിയും ആണ് ഇവിടെ തെറ്റായ പ്രസ്താവന. എയും ബിയും സിയും ആണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ. ഡി എന്ന് പറയുന്നത് ശരിയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് കന്നഡ താരമായ ഋഷഭ് ഷെട്ടിയാണ്. ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന മലയാള സിനിമയാണ്. മികച്ച പ്രാദേശിക സിനിമ മലയാളമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം സൗദി വെള്ളയ്ക്ക. മികച്ച പിന്നണി ഗായികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീ ആണ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എല്ലാം ശരിയാണ്. 2022 വിന്റർ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഓക്കെ.
തെറ്റായത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ഒളിമ്പിക്സിന്റെ പ്രധാന വേദി ചൈനയിലെ ബീജിംഗ് നഗരമായിരുന്നു. 91 രാജ്യങ്ങളാണ് ഈ കായികമേളയിൽ പങ്കെടുത്തത്. 1ാം സ്ഥാനത്തെത്തിയ രാജ്യം നോർവേ ആയിരുന്നു. ആതിഥേയരായ ചൈന 3ാം സ്ഥാനമാണ് നേടിയത്. ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഡി മാത്രമാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. ഓക്കെ, അടുത്തത് മാത്സ് ആണ്. ഞാൻ ജസ്റ്റ് ആൻസർ മാത്രം പറഞ്ഞു പോവാട്ടോ, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, 51ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 51ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. 52ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ജസ്റ്റ് വായിക്കണോ എന്നാ? ഓക്കെ, ഒരാൾ 6000 രൂപയ്ക്ക് ഒരു കസേരയും ഒരു മേശയും വാങ്ങുന്നു. അയാൾ കസേര 10% നഷ്ടത്തിലും മേശ 10% ലാഭത്തിലും വിൽക്കുന്നു. എന്നിട്ടും അയാൾക്ക് മൊത്തത്തിൽ 100 രൂപ ലാഭമുണ്ട്. ഒരു കസേരയുടെ വാങ്ങിയ വില എത്രയാണ്? എത്രയാണ് ആൻസർ എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 2500 രൂപ. ഓക്കെ, ആദ്യത്തെ 97 എണ്ണൽ സംഖ്യകളുടെ ശരാശരി, 97 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 49 ആണ്, 49 ആണ്. ഓക്കെ, 275 cc വ്യാപ്തവും 25 ചതുരശ്ര സെന്റിമീറ്റർ അടിസ്ഥാന വിസ്തീർണവുമുള്ള ഒരു ക്യൂബോയിഡിന്റെ ഉയരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 11 സെന്റിമീറ്റർ. ഓക്കെ, 10 പുരുഷന്മാർ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുമെങ്കിൽ അതേ ജോലി ചെയ്യാൻ 12 പുരുഷന്മാർ എടുക്കുന്ന സമയം എത്രയാണ് ആൻസർ എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 10 ദിവസമാണ്. ഓക്കെ, ആൻസർ എന്താണ്? 10 ദിവസമാണ്. ഓക്കെ, ഒരു പ്രത്യേക ഭാഷയിൽ സിസ്റ്റർ, ഓക്കെ, 53 സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്കിൾ 84 67 എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ബോയ് 129 എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. സൺ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്, 524. ഓക്കെ, രണ്ടാമത്തെ സംഖ്യ ആദ്യ സംഖ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാമത്തെ സംഖ്യയുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്, 102 കേട്ടോ. 13:9:43 ആണ് ഇതിൽ ആൻസർ വരുന്നത്. എന്താണ്? 102 ആണ്. ഓക്കെ, തന്നിരിക്കുന്ന സംഖ്യകളിൽ നിന്ന് കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? കൂട്ടത്തിൽ ചേരാത്തത് ഓപ്ഷൻ എ ആണ്, 676 ആണ് ചേരാത്തത്. അനു കിഴക്കോട്ട് 20 മീറ്റർ നടന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് 15 മീറ്റർ നടന്നാൽ പിന്നെ വലത്തേക്ക് തിരിഞ്ഞ് 25 മീറ്റർ നടക്കും. ഇതിനുശേഷം വലത്തേക്ക് തിരിഞ്ഞ് 15 മീറ്റർ നടന്നാൽ ഇപ്പോൾ അവൾ ആരംഭ സ്ഥാനത്ത് നിന്ന് എത്ര അകലത്തിലാണ് ഉള്ളത്? ഓപ്ഷൻ ഡി, 45 മീറ്റർ അകലത്തിലാണ് ഉള്ളത്. ഓക്കെ, ഒരു വർഷത്തിലെ സെപ്റ്റംബർ 13 തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ അതേ വർഷം ഒക്ടോബർ 18 ആഴ്ചയിലെ ഏത് ദിവസമായിരിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ്, തിങ്കളാഴ്ച ആയിരിക്കും. ഓക്കെ, അടുത്തത് ഇംഗ്ലീഷ് ആണ് കേട്ടോ. ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ബ്രാക്കറ്റ്സ്. വൺ ഓഫ് ദി ബോയ്സ് ഡാഷ് ആബ്സെന്റ് ടുഡേ. ഓക്കെ, വൺ ഓഫ് ദി ബോയ്സ് ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. വൺ ഓഫ് ദി ബോയ്സ് ഈസ് ആബ്സെന്റ് ടുഡേ. ഓക്കെ, വൺ ഓഫ് ദി ബോയ്സ് ഈസ് ആബ്സെന്റ് ടുഡേ. ഓക്കെ, അടുത്ത എന്താണ്? ഐ എം എ പോലീസ്മാൻ. ഇവിടെ ആൻസർ എന്താണ് വരുന്നത്? ഐ എം എ പോലീസ്മാൻ, ആരൻജായ്. ഓക്കെ, ആരൻജായ് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? ഇറ്റ്സ് ഹൈ ടൈം യു ഡാഷ് സ്മോക്കിംഗ്. ഇറ്റ്സ് ഹൈ ടൈം യു ഡാഷ് സ്റ്റോപ്ഡ് smoking. Okay, if you start early you dash reach in time. If you start early you will, okay, if you start early you will reach in time. Okay, let's not yield. Okay, let's not yield that temptation. Okay, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 2 ആണ് വരുന്നത്. ഓക്കെ, ലെറ്റ്സ് നോട്ട് yield to temptation. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓൾ ദ അസൈൻമെന്റ്സ് ഷുഡ് ബി സബ്മിറ്റഡ് ഓൺ ടൈം ഡാഷ് ദേ വിൽ നോട്ട് ബി ഇവാലുവേറ്റഡ്. ഓക്കെ, ഇവിടെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അതർവൈസ് എന്താണ്? all the assignments should be submitted on time, otherwise they will not be evaluated. Okay, you had better dash that music down before your dad gets angry. Okay, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. ടേൺ ആണ്. you had better turn that music down before your dad gets angry. Okay, ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത എന്താണ്? she takes after her father. The phrasal verb takes after in the given sentence means, അതായത് takes after എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? takes after എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് കേട്ടോ.
റിസംബിൾസ് ആണ് കേട്ടോ, റിസംബിൾസ് ആണ് വരുന്നത്, റിസംബിൾസ്. ഓക്കെ, റിസംബിൾസ് ആണ് ആൻസർ വരുന്നത്, റിസംബിൾസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഐ റൈറ്റ് ഡാഷ് എവറി ഡേ. ഓക്കെ, ഐ റൈറ്റ് എന്താണ് ഇവിടെ ആൻസർ? ഓപ്ഷൻ ബി ആണ്, ഡയറി. ഓക്കെ, ഡയറിയുടെ സ്പെല്ലിംഗ് ആണ് കേട്ടോ, സ്പെൽ ചെക്ക് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഐ റൈറ്റ് ഡയറി എവറി ഡേ. ഓക്കെ, ദ സിനോണിം ഫോർ സീസ്. സീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സിനോണിം എന്താണ് ഇവിടെ വരുന്നത്? സിനോണിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ ഡി ആണ്, സ്റ്റോപ്പ് ആണ് വരുന്നത്, സ്റ്റോപ്പ്. ഓക്കെ, സിനോണിം സീസ്, സ്റ്റോപ്പ്. ഓക്കെ, അടുത്ത എന്താണ്? പരിഭാഷപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസൻസ് ഓഫ് മൈൻഡ്. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ബി മനസാന്നിധ്യം, മനസാന്നിധ്യം. ഓക്കെ, ഒറ്റപ്പദമാക്കുക. ജനകന്റെ മകൾ. ജനകന്റെ മകൾ ആരാണ്? ജാനകി, ജാനകി. അരയും തലയും മുറുക്കുക എന്ന ശൈലിയുടെ ആശയം എന്താണ്? അരയും തലയും മുറുക്കുക എന്നതിന്റെ ആശയം എന്ന് പറയുന്നത് എന്താണ്? തയ്യാറാവുക, റെഡി അല്ലെ? അടുത്ത എന്താണ്? ശരിയായ പദം യഥേഷ്ടം. യഥേഷ്ടത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള പദം ഏതാണ്? ഓപ്ഷൻ എ ആണ്, യഥേഷ്ടം, യഥേഷ്ടം. കാറ്റിന്റെ പര്യായ പദം അല്ലാത്തത്. കാറ്റിന്റെ പര്യായ പദം അല്ലാത്തത് അനലൻ ആണ് കേട്ടോ, അനലൻ. അനലനാണ് പര്യായ പദം അല്ലാത്തത്. ചേർത്തെഴുതുക. സത് അധികം ജനം. സത് അധികം ജനം എന്താണ് വരുന്നത്? സത് അധികം ജനം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സജ്ജനം. സജ്ജനമാണ് വരുന്നത്. ഓക്കെ, വിപരീത പദം ഉഗ്രം. ഉഗ്രത്തിന്റെ വിപരീതം എന്താണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ശാന്തമാണ് വരുന്നത്, ശാന്തം. നെന്മണി പിരിച്ചെഴുതുക. നെന്മണി പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും? നെല്ലധികം മണി, നെല്ലധികം മണി. കാലുകൾ 2 തവണ കഴുകി. അടിവരയിട്ട പദം ഏതാണ്? കാലുകൾ. കാലുകൾ എന്നുള്ളത് ഏതായിട്ടാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലെ, അലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം. ഓക്കെ, സ്ത്രീലിംഗ പദം എഴുതുക. ലേഖകൻ. ലേഖകന്റെ സ്ത്രീലിംഗ പദം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് അല്ലെ, ഓപ്ഷൻ സി ആണ്, ലേഖിക. ലേഖിക എന്നുള്ളതാണ് ആൻസർ. മലയാളം ഭയങ്കര ഈസിയാണ് കേട്ടോ, എനിക്ക് മലയാളം ഒട്ടും ടഫ് ഇല്ലാത്ത പോലെ തോന്നുന്നു. മലയാളം ഭയങ്കര ഈസിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ മീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. വേറൊരു ദിവസം വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വരാം കേട്ടോ. 2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിപ്പോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വേറൊരു ദിവസം വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു സോ മച്ച്.